സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇനി നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കട്ട്ലേറ്റ് ആണ്. അതിന് ആവശ്യമായ സാധനങ്ങൾ: 2 വലിയ ഉള്ളി, 2 തക്കാളി മുറിച്ചത്, 3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിച്ചപ്പ്, പുതിന, വേപ്പില, പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ്. ആവശ്യമായ ചിക്കൻ എടുക്കുക, എല്ലില്ലാത്ത ചിക്കൻ. അത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെക്കുക. ആദ്യം ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഓയിലോ ഒഴിക്കുക. അതിലേക്ക് വലിയുള്ളി വലിയത് 2 മുറിച്ചത് അതിലേക്ക് ഇടുക. വഴറ്റുക. ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റുക. അതിലേക്ക് 2 വലിയ തക്കാളി മുറിച്ചത് അതിലേക്ക് ചേർക്കുക. നന്നായി ഇളക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇടുക. 1 ഇഞ്ചി കഷ്ണം, 1 വെളുത്തുള്ളി, 3 പച്ചമുളക് മുറിച്ചത് അതിലേക്ക് ഇടുക, ചെറുതാക്കി മുറിച്ച്. അതിനുശേഷം മല്ലിച്ചപ്പ്, പുതിന ചെറുതാക്കി മുറിച്ചത് അതിലേക്ക് ഇടുക. വേപ്പില 3 അല്ലി അതിലേക്ക് ഇടുക. നന്നായി ഇളക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കുക. അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് 500 ഗ്രാം അതിലേക്ക് ഇടുക. നന്നായി ഉടക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. നന്നായി ഉടക്കുക. ചിക്കൻ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചതാണ്, മിക്സിയിലിട്ട് പുഴുങ്ങി വെച്ചത്. അതിലേക്ക് ഉരുളക്കിഴങ്ങും മസാലയും 2 പാടെ മിക്സാക്കും.
മഞ്ഞൾപ്പൊടിയും ഉപയോഗിച്ചിട്ടാണ് ചിക്കൻ പുഴുങ്ങിയെടുത്തത്. നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അത് ചൂടായതിനു ശേഷം റൗണ്ട് ചെയ്യുക. ആദ്യം ഓയിൽ കയ്യിൽ തേച്ചതിന് ശേഷം അതിലേക്ക് ഒരു ഉരുള വെച്ച് അത് റൗണ്ട് ചെയ്ത് അത് ഷേപ്പ് ചെയ്ത് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുക. ബാക്കിയുള്ളതും അങ്ങനെ റൗണ്ട് ചെയ്ത് ഷേപ്പ് ചെയ്യുക. ഓയിൽ കൈമേൽ തേച്ചതിന് ശേഷം റൗണ്ട് ചെയ്ത് ഷേപ്പ് ചെയ്യുക. ഫുള്ളും ഷേപ്പ് ചെയ്തതിനു ശേഷം ബ്രെഡ് എടുക്കുക. അതിൻ്റെ സൈഡ് ഭാഗം മാറ്റി വെക്കുക. ബ്രെഡ് ഉപയോഗിച്ചും റസ്ക് പൊടി ഉപയോഗിച്ചും ഉണ്ടാക്കാം. നമ്മളിവിടെ ബ്രെഡ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ബ്രെഡിൻ്റെ സൈഡ് കളഞ്ഞതിന് ശേഷം അത് പൊടിച്ചെടുക്കും. മിക്സിയിൽ വെച്ച് പൊടിച്ചെടുക്കുക. മൂന്ന് കോഴിമുട്ട പൊട്ടിച്ച് വെക്കുക. മിക്സ് ചെയ്ത് വെക്കുക. കോഴിമുട്ടയിൽ ഉണ്ടാക്കി വെച്ച ബേസ് മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിയിൽ മുക്കുക. എല്ലായിടത്താക്കിയതിന് ശേഷം ബാക്കിയുള്ളതും അതേമാതിരി മുക്കിയെടുക്കുക. ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഓയിലോ ഉപയോഗിച്ച് പൊരിച്ചെടുക്കാം. ചൂടായതിനു ശേഷം അതിലേക്ക് ഇടുക. സ്ലിമ്മാക്കിയതിന് ശേഷം പൊരിച്ചെടുക്കുക. ബ്രൗൺ കളറാവുന്ന വരെ വേവിക്കുക.
സ്ലിം ആക്കിയതിന് ശേഷം കരിയാതെ കിട്ടുള്ളൂ. അതിന് ശേഷം ബ്രൗൺ കളർ ആവണ വരെ വേവിക്കും. ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് ചട്ടിയിൽ നിന്ന് എടുക്കുക. ശേഷം ചട്ടിയിൽ നിന്ന് എടുക്കുക. ചട്ടിയിൽ നിന്ന് ഓരോന്നൊന്നായി എടുക്കുക. നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് റെഡിയായി. നല്ല ടേസ്റ്റിയായ ചിക്കൻ കട്ട്ലേറ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. സബ്സ്ക്രൈബ്.